പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചും അത് നമ്മുടെ ഭാരതത്തിന് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചും സംസാരിക്കാനാണ് ഞാൻ ഈ ആദരണീയമായ സഭയിൽ സന്നിഹിതനായിരിക്കുന്നത്. നിലവിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം ആശങ്കാജനകമാണ്. ഇത് ലോക സമ്പദ് വ്യവസ്ഥയിലും ജനജീവിതത്തിലും വളരെ വിപരീതമായ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ ഈ പ്രതിസന്ധിക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് ലോകം മുഴുവൻ എല്ലാ പക്ഷത്തോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ യുദ്ധം ഭാരതത്തിന് മുന്നിലും അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഈ വെല്ലുവിളികൾ സാമ്പത്തികവും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതും മാനുഷികപരവുമാണ്. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും യുദ്ധം ബാധിച്ചതുമായ രാജ്യങ്ങളുമായി ഭാരതത്തിന് വിപുലമായ വ്യാപാര ബന്ധങ്ങളുണ്ട്. യുദ്ധം നടക്കുന്ന മേഖല ലോകത്തെ മറ്റു രാജ്യങ്ങളുമായുള്ള നമ്മുടെ വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന പാത കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ അസംസ്കൃത എണ്ണയുടെയും ഗ്യാസിൻ്റെയും ആവശ്യകതയുടെ വലിയൊരു ഭാഗം ഈ മേഖലയാണ് നിറവേറ്റുന്നത്. മറ്റൊരു കാരണം കൊണ്ടുകൂടി ഈ പ്രദേശം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 1 കോടി ഭാരതീയർ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നു. അവിടുത്തെ സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളിലെ ഭാരതീയരായ ക്രൂ അംഗങ്ങളുടെ എണ്ണവും വളരെ വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള നിരവധി വിവിധ കാരണങ്ങളാൽ ഭാരതത്തിൻ്റെ ആശങ്കകൾ സ്വാഭാവികമായും കൂടുതലാണ്. അതിനാൽ ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ നിന്ന് ഈ പ്രതിസന്ധിയെക്കുറിച്ച് ഏകകണ്ഠവും ഐക്യരൂപവുമുള്ള ഒരു ശബ്ദം ലോകത്തിന് മുന്നിൽ എത്തേണ്ടത് അത്യാവശ്യമാണ്. യുദ്ധം ആരംഭിച്ചതു മുതൽ ബാധിക്കപ്പെട്ട രാജ്യങ്ങളിലെ ഓരോ ഭാരതീയനും ആവശ്യമായ സഹായങ്ങൾ ഞങ്ങൾ നൽകി വരുന്നുണ്ട്. ഞാൻ തന്നെ പശ്ചിമേഷ്യയിലെ മിക്ക രാജ്യങ്ങളിലെയും ഭരണത്തലവന്മാരുമായി 2 റൗണ്ട് ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ഭാരതീയരുടെ സുരക്ഷയ്ക്ക് പൂർണ്ണമായ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഈ കാലയളവിൽ ചിലരുടെ ദാരുണമായ മരണങ്ങൾ സംഭവിക്കുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത്തരം പ്രയാസകരമായ സാഹചര്യങ്ങളിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി വരികയാണ്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. ബാധിക്കപ്പെട്ട രാജ്യങ്ങളിലെ നമ്മുടെ എല്ലാ മിഷനുകളും ഭാരതീയരെ സഹായിക്കുന്നതിൽ നിരന്തരം ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന ഭാരതീയരായാലും വിനോദസഞ്ചാരത്തിന് പോയവരായാലും എല്ലാവർക്കും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകി വരുന്നുണ്ട്. നമ്മുടെ മിഷനുകൾ കൃത്യമായി അഡ്വൈസറികൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇവിടെ ഭാരതത്തിലും മറ്റു ബാധിക്കപ്പെട്ട രാജ്യങ്ങളിലും 24/7 കൺട്രോൾ റൂമുകളും അടിയന്തര ഹെൽപ്പ് ലൈനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിലൂടെ ബാധിക്കപ്പെട്ട എല്ലാവർക്കും വേഗത്തിലുള്ള വിവരങ്ങൾ നൽകി വരികയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വദേശത്തും വിദേശത്തുമുള്ള ഭാരതീയരുടെ സുരക്ഷ നമ്മുടെ ഏറ്റവും സുപ്രധാനമായ മുൻഗണനയാണ്.